വെൽക്കം ബാക്ക് ടു ഹെൽത്തി ബൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് എഗ് വൈറ്റ് സാലഡിൻ്റെ റെസിപ്പിയാണ്. എഗ് വൈറ്റ്സ് എന്ന് പറയുന്നത് ഹൈ ഇൻ പ്രോട്ടീൻ അതുപോലെ തന്നെ ലോ ഇൻ കലോറി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മളിപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണ്, ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഡെയിലി എഗ് വൈറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ എഗ് വൈറ്റ് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് തിരിച്ചു വരാം. എഗ് വൈറ്റ് സാലഡിന് വേണ്ടിയിട്ട് 4 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങിയതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൈവശമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇത് ആഡ് ചെയ്യാം. പിന്നെ ഒരു ക്യാപ്സിക്കം, അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി, ഒരു 1/2 കപ്പ് കുക്കുംബർ, അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പകുതി തക്കാളി. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഞാനിവിടെ ഇന്ദുപ്പാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. 1/4 ടീസ്പൂൺ ചാട്ട് മസാല പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എഗ് വൈറ്റ് സാലഡ് റെസിപ്പി ഇത്ര സിമ്പിൾ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതൊരു മിഡ് സ്നാക്കായിട്ട് കഴിക്കാം. ഇപ്പോൾ ഒരു 11 മണി 4 മണി സമയത്ത് നമുക്കൊരു സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈവൻ അതൊരു ഡിന്നർ ഓപ്ഷൻ കൂടി ആക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ബിഗ് തംസ് അപ്പ് തരിക, ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ, ടേക്ക് കെയർ.